നമസ്കാരം കൂട്ടുകാരെ, നെക്സ്റ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ക്രിസ്മസ് സീസണായി, ഇതേ നമ്മുടെ ക്രിസ്മസ് അടുത്തു. അപ്പോൾ നമുക്ക് കേക്ക് ഇല്ലാതെ എന്ത് ആഘോഷം അല്ലേ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കിച്ചൻ്റെ വക ദേ ഒരു കേക്ക് റെസിപ്പി. അതിനായിട്ട് നമ്മൾ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ളത്. പിന്നെ നമുക്കതിന് വേണ്ടിയിട്ടുള്ള ബട്ടർ, ഇത് 2 ആവശ്യങ്ങൾക്കുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് എസെൻസ് ആണ്. ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വാനിലയാണ് കേട്ടോ. അപ്പോൾ വാനില എസെൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ടിറ്റി ഫ്രൂട്ടിയുള്ള സാധനങ്ങളൊന്നും എൻ്റെ പിള്ളേർക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിൽക്കിൻ്റെ ചെറിയ ചെറിയ ചിപ്സാണ്, ചോക്ലേറ്റ് ചിപ്സാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് പൊടിച്ച പഞ്ചസാര, ഇത് നമ്മൾ സാധാരണ പഞ്ചസാര നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ, പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ട്രേയിൽ ബട്ടർ നന്നായിട്ട് പുരട്ടി ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് ബട്ടർ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. ഇനി നമ്മൾ എടുത്ത ബട്ടർ ബാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. മെൽറ്റ് ചെയ്തതാണ് നമ്മൾ കേക്കിൻ്റെ തയ്യാറാക്കുമ്പോഴത്തേക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതിന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബൗളിലേക്ക് നമ്മുടെ 2 മുട്ട എടുത്തിട്ടുണ്ട്, നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം കേട്ടോ. ബീറ്റർ ഉള്ളവർ ബീറ്റർ വെച്ച് ഒപ്പിക്കുക. എൻ്റെ കയ്യിൽ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ വിസ്ക് വെച്ച് ചെയ്താലും നന്നായിട്ട് പതഞ്ഞ് കിട്ടും. കുറച്ച് സമയം എടുത്തിട്ട് നല്ല സ്പീഡിൽ നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് നല്ല ബബിളും ഒക്കെ വരുന്ന രീതിയിൽ നല്ല ഫോമി ആയിട്ട് വരും. അപ്പോൾ ഞാൻ നന്നായിട്ട് മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ മുട്ടയുടെ മണമൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് എസൻസ് അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും വാനില ഫ്ലേവറാണ് ഇഷ്ടം, അതുകൊണ്ട് വാനിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മളൊരു ടീസ്പൂണ് നമ്മുടെ എസൻസ് നമ്മുടെ ഈ മുട്ട അടിച്ചു വെച്ചിരിക്കുന്ന അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് ആ ഒരു എസൻസ് മുട്ടയ്ക്കകത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ കേക്കിന് നമുക്ക് ഈ ഒരു അളവനുസരിച്ച് 1/2 കപ്പ് പഞ്ചസാരയാണ്, പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം 1/2 കപ്പ് പഞ്ചസാര നന്നായിട്ട് നമുക്ക് ഒരു ബാറ്ററിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പൊടിച്ച പഞ്ചസാരയാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അലിയിപ്പിച്ചെടുക്കാം. ഇനി ചെറിയ തരിയാണെങ്കിൽ കുഴപ്പമില്ല. വലിയ ക്രിസ്റ്റലാണെങ്കിൽ എനിക്ക് വീട്ടിൽ വലിയ ക്രിസ്റ്റലിൻ്റെ പഞ്ചസാരയായിരുന്നു ഇരുന്നത്, അതുകൊണ്ടാണ് ഞാനത് മിക്സിയിൽ നന്നായിട്ട് പൊടിപ്പിച്ചത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. ഇനി ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മുട്ടയും ബട്ടറും എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതാണ് കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 1/2 കപ്പ് മൈദ, അത് കുറേശ്ശെ ഇട്ട് ഒരു പകുതി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് കേക്കിൻ്റെ അകത്ത് മിക്സ് ചെയ്യാൻ. കാരണം അല്ലെങ്കിൽ അത് കട്ട കിട്ടും. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് യോജിച്ച് കിട്ടുകയും ചെയ്യും, കട്ട കിട്ടാതിരിക്കുകയും ചെയ്യും. കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മിക്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഹാഫും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ബാറ്റർ നന്നായിട്ട് തിക്കായിട്ട് വരുവാണെങ്കിൽ കുറച്ച് പാൽ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് അയച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ആ പാലും കൂടെ ഒഴിച്ച് ആ ഒരു മിക്സ് നന്നായിട്ട് ഇളക്കി ഒരു സ്ഥലത്തോട്ടാണ് ഞാൻ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ടും അതുപോലെ തന്നെ ബേക്കിങ്ങിന് ആവശ്യമായിട്ട് നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കേക്ക് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് കടിക്കണമല്ലോ. അപ്പം നട്ട്സും ടിറ്റി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർ അതെല്ലാം പെറുക്കി കളഞ്ഞ് കഴിക്കുമ്പോഴത്തേക്ക് കേക്കൊന്നും വയറ്റി ചെല്ലത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാകുമ്പോഴത്തേക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് കഴിച്ചോളും. ഞാനത് ചോക്കോ ചിപ്സ് നമ്മുടെ ബാറ്ററിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുവാണ് കേട്ടോ. പിന്നെ ഞാൻ വിസ്ക് ഇട്ട് നന്നായിട്ട് ചെയ്യുന്നില്ല, ആ ഒരു നമ്മുടെ സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ബേക്കിംഗ് ട്രേ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ബാറ്റർ നമ്മുടെ ട്രേക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് കണ്ടോ, നല്ല ഫോൾഡ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ നമ്മുടെ ആ ഒരു മിക്സ് കറക്റ്റാണെന്ന് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഫോൾഡ് ചെയ്തായിരിക്കും വരുന്നത്, കണ്ടോ.
അപ്പം ഏകദേശം നമ്മുടെ കലക്കി വെച്ചിരുന്ന ബാറ്റർ ഫുള്ള് നമ്മൾ ട്രേക്കകത്തൊരു പകുതിയോളം ഭാഗമുണ്ട് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി നന്നായിട്ടത് എയർ ബബിളൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. നമുക്ക് മേളിലും കുറച്ച് ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് എയർ ഫ്രയറിലാണ്. അപ്പം ഞാനത് പ്രീ ഹീറ്റൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ്ലി വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ ട്രേ നമ്മുടെ ബാസ്ക്കറ്റിൽ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തിട്ട് നമ്മുടെ ബേക്കിങ്ങിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കാം. അവിടെ ആ കപ്പ് കേക്കിൻ്റെ ആ ഒരു ഷേപ്പുണ്ട്, ആ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്കൊരു 160-170 ഡിഗ്രിയിൽ ഒരു 18 മിനിറ്റ്സ് ആണ് ഇത് കാണിക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ സമയം നമുക്ക് വെക്കാം, ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നമ്മൾ വെച്ചാലേ ഉള്ളൂ ഫുള്ളി നന്നായിട്ട് ബേക്ക് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ ഒന്ന് ബേക്കായിട്ട് ഒന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആവാനുണ്ടായിരുന്നു. അപ്പം ഞാനൊരു 10 മിനിറ്റ് കൂടെ വെച്ചു. അപ്പം ഒരു ഹാഫ് ആൻ അവർ 170 ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ എയർ ഫ്രയറിൽ ആദ്യത്തെ ടൈമാണ് കേക്ക് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ കേക്ക് തുറന്ന് നോക്കാം കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നന്നായിട്ട് മേളിൽ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ക്രാക്കായിട്ടുണ്ട്. അത് നമ്മൾ എനിക്കാണല്ലോ ബേക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല, അത് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം എന്തായാലും നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതിലൊന്നും പിടിച്ചിരിപ്പില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സക്സസ് ആയി എന്തായാലും കേക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ എയർ ഫ്രയറിലോ കുക്കറിലോ ഒക്കെ നമുക്ക് വീട്ടിൽ കേക്ക് ഉണ്ടാക്കാം, പിള്ളേർക്ക് കൊടുക്കാം. നമുക്ക് ക്രിസ്മസ് സീസൺ ഭയങ്കര സ്പെഷ്യലാക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ചൂടോടെ നമുക്ക് എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് ഏകദേശം നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇപ്പം അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഊരി നന്നായിട്ട് പോന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡിയായി. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചർ എന്നൊക്കെ ഒന്ന് നോക്കാം. മേളത്തെ ആ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് ഫസ്റ്റ് പീസ് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല സ്പഞ്ചിയാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പം എന്തായാലും നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ പിള്ളേർക്ക് വന്നിട്ടുമ്പോഴത്തേക്ക് അവർക്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് റെസിപ്പി അടിപൊളിയായിട്ട് സക്സസ് ആയിട്ടുണ്ട്. വളരെയധികം ഹാപ്പിയായി. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം. അപ്പം നമ്മുടെ 2024 ക്രിസ്മസ് കേക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.